ഇന്ന് സംസാരിക്കുന്നത് വാഴയുടെ ഇലയെക്കുറിച്ചാണ്. നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ധന്യമീ പറയാറുണ്ട്. നിസ്സാരമായ ഒരു സംഭവത്തെ ഡെവലപ്പ് ചെയ്യുക, അതേ കാര്യം തന്നെ വേറെ ആംഗിളിൽ വേറെ ദിവസം പറയുകയും പതിവുണ്ട്. വീട് വിട്ടുപോയാൽ തിരിച്ചു വരുമ്പോഴേക്കും പല ചെടികളും ഉണങ്ങിയിട്ടുണ്ടാവും. വീട്ടമ്മ വാതിൽ തുറക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലൊക്കെ പൈപ്പ് എടുത്തിട്ട് ചില ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുക്കും. പക്ഷെ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് വെള്ളം പോരാ. ഈ ഒഴിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തിയ ചെടികള് നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഒരു ചീരയുടെ ഉപയോഗം പോലും ഇല്ലാത്ത സാധനങ്ങൾ വീടിന് ചുറ്റിങ്ങനെ വളർത്തും. വിഷടിച്ച പച്ചക്കറി പോയി വാങ്ങി വരും. ആ കുത്തിയിട്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു പച്ചക്കറി വിളവുള്ളതാണെങ്കിൽ അത് ഫാഷൻ പോരാല്ലേ. വേണ്ടാത്ത സാധനത്തിന് വെള്ളം ഒഴിക്കും. വാഴ കരയും. വാഴ എന്ന് പറഞ്ഞാൽ വാഴുകൈ. വാഴുകൈ എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു. വാഴുകയാണ് വാഴകൈ. അതിന്റെ എല്ലാം ഗുണപ്രദമാണ്. കൂട്ടത്തിൽപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടം വാഴയിലയാണ്. വാഴയിലയിൽ ഊണ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം നമുക്ക് കിട്ടും. ചൂടുള്ള ചോറാണ് വിളമ്പിയെങ്കിൽ ആ വാഴയുടെ ഇലയും ചോറും തമ്മിൽ ഒരു മിശ്രിതത്തിന്റെ ഒരു ഗന്ധം വരാനുണ്ട്. ഈ ഗന്ധം നമ്മൾ ആമാശയത്തിന് അറിയും. കഴിക്കുന്ന ആഹാരം ശരിക്ക് ദഹിക്കാൻ ഇത് ഗുണം ചെയ്യും. വാഴയിലയിൽ ഇത് ഇളമ്പുകയും ഈ ഗന്ധം ശ്വസിക്കുമ്പോഴേക്ക് ആമാശയത്തിന് റിപ്പോർട്ട് കിട്ടി, ഇന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, എനിക്ക് പണി കുറവാണ്, കാരണം വാഴയിലയിലാണ് ഊണ് കഴിച്ചിരിക്കുന്നത്. പതിവായിട്ട് വാഴയിലയിൽ ഊണ് കഴിക്കുന്നവർക്ക് പല അസുഖവും വരില്ല. ഇന്ന് വാഴയ്ക്ക് തന്നെ വിഷം അടിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദിച്ചെന്റെ ഉത്തരപ്പ ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാൽ പിന്നെ വർത്താനം പറയാതെ പറ്റും. വർത്താനം പറയാനേ പറ്റില്ല. വാഴ നടുന്നതിന്റെ മുമ്പേ വിഷം അടിച്ചിട്ടാണ്. ഈ വാഴയില നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. എത്രയോ വർഷമായിട്ട് ലളിതാ സഹസ്രനാമം എന്റെ ഒരു സഹപ്രവർത്തകനെന്നോ സഹജീവിന്നോ ബന്ധു എന്ന് പറഞ്ഞ പോലെ ഞാൻ സ്വയം ഉണ്ടാക്കി കഴിക്കുന്ന 10 ഇലകൾ ചേർത്ത ഒരു മിശ്രിതമുണ്ട്. അതിൽ വാഴയുടെ ഇലയും വരും. ഒരു ഇലക്കേട് വാഴ വരും. അത് നമ്മുടെ വയറിന് വളരെ ഇഷ്ടമാണ്. അങ്ങനെ വാഴയിലയിൽ കഴിക്കുമ്പോഴൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വേറൊന്ന് ചിന്തിക്കുമല്ലോ. വേറൊരു കാര്യം നമ്മൾ ഇതായിട്ട് ചിന്തിക്കും. ധന്യമീ ജീവിതം കേൾക്കുന്ന പലവരും പറയുകയും പ്രതികരിക്കാറുണ്ട്. എന്നോടത്ത് ചെന്നപ്പോൾ നിങ്ങളെ ആലോചിച്ചു, നിങ്ങൾ പറഞ്ഞ കാര്യം ചിന്തിച്ചു. വാഴയില കാണുമ്പോൾ എനിക്ക് ഈ നടു കീറിയിട്ട് ഒരു കീറായിട്ട് എടുക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടം. അതിന്റെ തലഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിന്റെ ഒരു കാരണമുണ്ട്. ആ തലഭാഗത്തെ നാക്കില എന്നാണ് പറയുക. എത്ര നല്ല വാക്ക, നാക്ക് ഇല.
നാവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആഹാരം. കണ്ടോ, ആ നാവ് പ്ലസ് ഇലയാണ്. നാവ് പോലെ ഇരിക്കും ചെയ്യും, നാക്കില നാവിന്റെ ആകൃതിയുമാണ്. ഭരദ്വാജാശ്രമത്തിൽ ശ്രീരാമനും സീതയും രാവണ നിഗ്രഹം കഴിഞ്ഞ് മടങ്ങുമ്പോ അവിടെ നിന്ന് തങ്ങി എന്ന കഥ ഉണ്ട്. ആദ്യവും തങ്ങിയിട്ടുണ്ട്, മടക്കവും തങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ വിഭീഷണനെ ലങ്ക ഏൽപ്പിക്കുകയും ഇനി അയോധ്യയിൽ ചേർന്ന് പുതിയ അധികാര പരിധിയുടെ ചാർജ് എടുക്കാനാണ് പോകുന്നത്. അവിടെ വന്നു. വിശിഷ്ടമായുള്ള സദ്യയാണ് രാമൻ, സീത, ലക്ഷ്മണൻ എല്ലാവർക്കും അവിടെ ഇടപാടിയിരിക്കുന്നു. ഒരു ആശ്രമത്തിൽ ഇത്ര വലിയ സദ്യയോ എന്ന് ചോദിക്കാം. നമ്മൾ ആലോചിക്കണം, നല്ല സന്യാസിമാര് സങ്കല്പിക്കുക ചെയ്യും. സന്യാസിയല്ല, ഗൃഹസ്ഥന്മാരൊന്നും തുല്യ. ഞാൻ ചെന്നപ്പോ സദ്യ തന്ന ഒരു ഗൃഹസ്ഥന്മാരുണ്ട്. ഇതൊക്കെ ആരെ ഉണ്ടാക്കിയത്? അവര് പറഞ്ഞ അവര് സങ്കല്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ സങ്കല്പിക്കുന്നതാണ് ഇപ്പൊ ആയിത്തീരുന്നതൊക്കെ. ചോറിട്ടാതെ ബുദ്ധിമുട്ടുമല്ലോ. അന്നത്തെ ദിവസം ആറ് അന്നം തരാന്നൊക്കെ നമ്മൾ പറയും. ഭരദ്വാശ്രമത്തില് ഭരദ്വാജൻ സങ്കല്പിച്ചു ഇവര് രാജാവായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നവരാണ്, ഇത്ര ഇല ഇട്ടോളൂ എന്നാണ്. ആ സമയത്താണ് അയോധ്യയിൽ എത്താൻ വൈകിയാൽ അബദ്ധമാണ്. അവിടേക്ക് ഉടനെ എത്തുമെന്നുള്ളൊരു വിവരം കിട്ടണം, കൊടുക്കണം. ഹനുമാൻ പറഞ്ഞു ഞാൻ പോവാം. ഹനുമാനെയാണ് ശ്രീരാമൻ പറഞ്ഞയക്കുക. കാരണം പിറ്റേ ദിവസം അവര് നടന്ന് എത്തണമെങ്കിൽ നടക്കല്ലാതെ രഥവും കുതിരവണ്ടിയും കാറുകളൊന്നും ഇല്ലല്ലോ. ഹനുമാനാകട്ടെ വളരെ പെട്ടെന്ന് പറ്റും. അത് ഹനുമാന്റെ സിദ്ധിയാണ്. ഹനുമാന് ലങ്കയ്ക്ക് പോകാൻ ഒറ്റ ചാട്ടല്ലേ വേണ്ടി വന്നു. ആ ചാട്ട എവിടുന്നാന്നുള്ളത് വേറൊരു വിഷയം. ആ ഹനുമാനോട് പറഞ്ഞേൽപ്പിച്ചു, അവിടെ ചെന്നാൽ പറയണം, ഭരതനോട് പറയണം ഞങ്ങള് സുരക്ഷിതമായിട്ട് അവിടെ എത്തും എന്ന് പറഞ്ഞ് കൊടുത്തു. ഹനുമാൻ പോയി. എല്ലാവരും ഇരുന്ന് ഊണയിക്കുകയാണ്. സദ്യ എല്ലാവർക്കും ഇഷ്ടമാണ്. ലക്ഷ്മണൻ കഴിക്കുന്നുണ്ട്, സീത കഴിക്കുന്നുണ്ട്, കൂടെയുള്ള വാനരപ്പട മുഴുവൻ ഇരുന്ന് കഴിക്കുകയാണ്. ഭരദ്വാജമുനി ഇവരിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ട് ആനന്ദത്തോടുകൂടി ഏറ്റവും സന്തോഷം വിളമ്പി കൊടുക്കുന്നവരൊക്കെ. നമ്മളത് അറിയാറില്ല എന്നുള്ള വേറെ കാര്യം. ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നു. ശ്രീരാമൻ മാത്രം കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ശ്രീരാമൻ കഴിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞു. ആ ശ്രീരാമൻ ഇരിക്കുമ്പോ ഹനുമാൻ മടങ്ങി വന്നു. ഹനുമാൻ വന്നതും രാമൻ ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു ഒക്കെ ശരിയായി, ഊണയിക്കാനിരിക്കുമെന്ന് പറഞ്ഞു. ശ്രീരാമന് ഇലയിട്ടതിന്റെ അപ്പുറത്ത് എതിർവശത്ത് ഹനുമാൻ ഇരുന്നു. ഒരലി കൂടി കൊടുക്കേണ്ടി വന്നില്ല. ഇലയുടെ സെന്ററിൽ
ശ്രീരാമൻ ചൂണ്ടുവിരൽ കൊണ്ടൊരു വര വരച്ചു. അതോടുകൂടി ഇലയ്ക്ക് 2 ഭാഗമായി. അറിയാമല്ലോ, ഒരു തവണ അണ്ണാർക്കണ്ണനെ അനുഗ്രഹിച്ചല്ലോ. ലോകത്തുള്ള എല്ലാ അണ്ണാർക്കണ്ണന്മാരുടെയും പുറത്ത് രാമൻ അനുഗ്രഹിച്ച വര വന്നല്ലോ. ഈ വാഴകൈ എന്ന് പറയുന്ന വാഴയുടെ ഇലയുടെ സെന്റർ കാണുമ്പോൾ ശ്രീരാമൻ ചൂണ്ടുവിരൽ കൊണ്ട് വരച്ച വരയെക്കുറിച്ച് ചിന്ത വരും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താ കാര്യമുണ്ട്. പ്രകൃതി എന്ന അത്ഭുതം, പരമാത്മാവ് എന്ന അത്ഭുതം, ആ പരമാത്മാവിന്റെ അവതാരം, ആ അവതാര പുരുഷൻ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു വര വരയ്ക്കുമ്പോഴും അത് ഏറ്റവും വലിയ കോസ്മിക് പവർ അതിനെ അംഗീകരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കാരണം ആകും. ഭാരതത്തിന്റെ പ്രത്യേകത, ഇവിടെ എന്ത് കണ്ടാലും നിരീക്ഷണ പാഠവുമുള്ളവർക്ക് ധാരാളം കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനുണ്ട്. ചിന്തയ്ക്ക് വിടുന്നതിന്റെ പേരാണ് ധന്യമേ ജീവിതം. എല്ലാവർക്കും